ഒരു 10 ഫയലെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അദ്ദേഹം ബോധം കെട്ട് കിടക്കുകയൊന്നും അല്ലായിരുന്നല്ലോ. ഇതൊക്കെ എന്റെ മകനെ രാഷ്ട്രീയത്തിൽ നിന്നും കടുംവിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചിലർ നടത്തിയ ഗൂഢാലോചനയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മനാണ്. ഇന്നിപ്പോൾ മകൻ ചാണ്ടി ഉമ്മൻ ഒരു പോസ്റ്ററോ ഫ്ലെക്സ് ബോർഡുകളോ വെക്കാതെ സൈക്കിൾ ചവിട്ടി വോട്ട് പിടിക്കുമ്പോൾ അമ്മയായ മറിയാമ്മ ഉമ്മനും തന്നാലാവുന്ന വിധം ഉള്ള ആരോഗ്യ പ്രശ്നങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ശൂന്യത തന്നെ വല്ലാതെ ബാധിക്കുന്നു എന്നവർ പറയുന്നുമുണ്ട്. അവിടെയാണ് അവർ പറയുന്നത്, ഉമ്മൻചാണ്ടിക്ക് വേണ്ട ചികിത്സ നൽകുന്നില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു വലിയ പുകിലുണ്ടാക്കി ചാണ്ടി ഉമ്മനെ വെട്ടാനായിരുന്നു, അതും കടുംവെട്ട് വെട്ടാനായിരുന്നു പലരും നോക്കിയത്. കൂട്ടത്തിൽ മകൾ മറിയ ഉമ്മന്റെ കാര്യവും ചാണ്ടി ഉമ്മന്റെ മന്ത്രിസ്ഥാനത്തെ കുറിച്ചുമൊക്കെ അവർ കൃത്യമായ തന്റെ നിലപാട് അറിയിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ ചാണ്ടി ഉമ്മനെ ഒതുക്കാൻ പലരും നോക്കിയിട്ടുണ്ട്. എങ്കിലും പുതുപ്പള്ളിയിൽ ചാണ്ടി സ്റ്റാർ ആണ്. എന്തായാലും കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ രാഷ്ട്രീയ യുദ്ധത്തിൽ ആവേശം കൊള്ളിക്കാൻ പാലക്കാട് BJPക്കായി മോദി എത്തിയപ്പോൾ പുതുപ്പള്ളിയിലേക്ക് പറന്നിറങ്ങി ചാണ്ടി ഉമ്മന് പോലും സർപ്രൈസ് കൊടുക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. ആ രംഗങ്ങളും ഒന്ന് കാണാം. പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അവർക്കും ഏറ്റവും ആദരണീയനായ ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ശക്തിദുർഗം AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MB അവർക്കും ഏറ്റവും ആദരണീയനായ ഫ്രാൻസിസ് ജോർജ് അവർകൾ കോട്ടയത്തിന്റെ MP ശ്രീമതി രാധാ വി നായർ അവർകൾ പ്രിയപ്പെട്ട ശ്രീമതി മറിയാമ്മ ഉമ്മൻ പ്രിയപ്പെട്ട ശ്രീ ഫിൽസൺ മാത്യു ശ്രീ ജയദീപ് പാലക്കോടി ശ്രീ JB ഗിരീശൻ ശ്രീ JK രാജു ശ്രീ സുജുകി ഐസക് ശ്രീ KR ഗൗഡ്കുമാർ ശ്രീ കുലിബശ്ശേരി ശ്രീ ജോഷി ഫിലിപ്പ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ, ഇവിടെ വരുവാൻ നമ്മുടെ നേതാവിന് സമയം കണ്ടെത്തിയതിൽ ആദ്യമേ തന്നെ വളരെ വലിയ ഒരു നന്ദി പുതുപ്പള്ളിക്ക് വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധിയോട് പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിനൊന്നും ഒട്ടും സമയമില്ലാത്ത സമയത്താണ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത്. രാഹുൽജിയെ കാണുവാൻ ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പുതുപ്പള്ളിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അല്പം സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ വിവിധ എല്ലാ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുക. കാരണം പ്രത്യേക നന്ദി അദ്ദേഹത്തിനോട് പറയാനുണ്ട്. കാരണം രാഹുൽ ഗാന്ധി എന്റെ പിതാവിന്റെ കാര്യത്തിൽ കാണിച്ച വലിയ താല്പര്യം, അദ്ദേഹത്തിന് അസുഖമാകുന്നതിന് മുമ്പും അസുഖത്തിന് ശേഷവുമൊക്കെ അദ്ദേഹത്തിന്റെ മരണശേഷവുമൊക്കെ അദ്ദേഹം കാണിച്ചിട്ടുള്ള താല്പര്യവും സ്നേഹവും കരുതലും ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് എന്റെ മാതാവിനും ഞങ്ങൾക്കൊന്നും മറക്കാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് താല്പര്യമാണ് എന്റെ പിതാവിനോട് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. അതേ താല്പര്യം ഇന്ന് എന്റെ പിതാവില്ലാത്തപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ വന്ന് പങ്കെടുക്കുവാൻ, എന്റെ ഇലക്ഷൻ പ്രഖ്യാപനം അല്ലെങ്കിൽ ഇലക്ഷൻ കോൺടെസ്റ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വന്ന് പങ്കെടുക്കുവാൻ അദ്ദേഹം സമയം കണ്ടെത്തി. അദ്ദേഹത്തിനുള്ള നന്ദി പറയുന്നു. പുതുപ്പള്ളിക്ക് വേണ്ടി, ഈ പൊതുസമൂഹത്തിന് വേണ്ടി അങ്ങേ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ വിലയേറിയ വോട്ടുകൾ. ഇന്ന് ഉമ്മൻചാണ്ടി നമ്മളോടൊപ്പം ഇല്ല, പക്ഷെ ഉമ്മൻചാണ്ടിയുടെ അദൃശ്യ സാന്നിധ്യം ഇന്ന് ഇവിടെ ഉള്ളത് കൊണ്ടാണ് ശ്രീ രാഹുൽ ഗാന്ധി നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്, നിങ്ങളെല്ലാവരും, നിങ്ങളാണ് കഴിഞ്ഞ 2.5 വർഷക്കാലം എന്നെ കാത്തു സംരക്ഷിച്ചവർ. നിങ്ങളാണ് എന്റെ ശക്തി, നിങ്ങളാണ് എന്റെ എല്ലാം.
ചിലർ നമ്മളെ വിദ്വേഷിച്ചാലും some of our enemies or some of our political opponents, not enemies, some of our political opponents, they may hate us, but the love of people, the trust of people is more powerful than their hate, more powerful than their all kind of enmity they have towards us. സോ അത് രാഹുൽജിയുടെ അതേ കരുതലാണ്. ഇന്നിപ്പോ വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ആയി. ആ ആക്സിഡന്റിൽ അവിടെ വഴിയിൽ കിടന്ന ഒരാളെ അവിടെ നിന്ന് ഹോസ്പിറ്റലിലോട്ട് കയറ്റിവിടുവാൻ വേണ്ടി രാഹുൽ ഗാന്ധി 10ഓളം മിനിറ്റ് ചെലവഴിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിന്റെ കരുതൽ. മറ്റുള്ളവരെ കരുതുവാൻ, മറ്റുള്ളവരെ എത്ര അത്യാവശ്യമാണെങ്കിൽ പോലും 4 മണിക്ക് അദ്ദേഹത്തിന് ഹെലികോപ്റ്ററുകളാണ്. പക്ഷെ എന്നിട്ട് പോലും വഴിയിൽ കിടന്ന ഒരാളെ ഹോസ്പിറ്റലിലാക്കുവാൻ അദ്ദേഹം കാണിച്ച ആ താല്പര്യം, അത് തന്നെയാണ് അദ്ദേഹം മലയാളി എന്ന് പറഞ്ഞാലും മലയാളിയുടെ സ്വഭാവമാണ് അദ്ദേഹത്തിന്, മലയാളിയുടെ നേച്ചറാണ് രാഹുൽ ഗാന്ധിക്ക്. ആ മലയാളിയായ, ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് മലയാളിയായ ശ്രീ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ശ്രീ രാഹുൽ ഗാന്ധി ടു പുതുപ്പള്ളി. താങ്ക് യു സർ ഫോർ കമ്മിങ് ആൻഡ് ടേക്ക് യുവർ ടൈം.